ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബണ്ണിയുടെ ലെഗ്സ് ചെയ്യുന്നത് കണ്ടു. ഈ വീഡിയോയിൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഇനിയും ബോഡി ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആ സ്റ്റിച്ച് മാർക്കർ അതിൽ നിന്ന് ആ രണ്ടാമത്തെ ലെഗിൽ നിന്ന് ഊരരുത്. നമ്മൾ അതിൽ നിന്നാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ആ ആദ്യത്തേതും രണ്ടാമത്തേതും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലെഗ് നമ്മൾ ഇച്ചിരി ലെങ്ത് ഇട്ടിട്ട് കട്ട് ചെയ്തു, രണ്ടാമത്തേനെ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ കട്ട് ചെയ്യരുത്. അപ്പോൾ ആ രണ്ടാമത്തെ ലെഗിൻ്റെ സ്റ്റിച്ച് മാർക്കർ ഉള്ള പൊസിഷനിൽ കൂടെ ഹുക്ക് കയറ്റിയിട്ട് ആദ്യത്തെ ലെഗിൻ്റെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൽ കൂടെയും കയറ്റുക. എന്നിട്ട് നമ്മുടെ യാണിൻ്റെ വർക്കിംഗ് യാണിനെ കൂടെ സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. യാണിനെ വലിച്ചെടുക്കുക, രണ്ടിൽ കൂടെയും വലിച്ചെടുക്കുക. അപ്പം നമ്മുടെ ക്രോഷേ ഹുക്കിലിപ്പം 2 ലൂപ്പാണുള്ളത്. എന്നിട്ടത് യാണോവ് ചെയ്ത് രണ്ടിൽ കൂടെ വലിച്ചെടുക്കുക. അപ്പം നമ്മുടെ ആദ്യത്തെ സിംഗിൾ ക്രോഷേ ആയി. എന്നിട്ട് നമ്മുടെ നമ്മുടെ സ്റ്റിച്ച് മാർക്കർ ഊരിയെടുത്ത് ആദ്യത്തെ സിംഗിൾ ക്രോഷയിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എല്ലാ സ്റ്റിച്ചിൽ കൂടെയും ഓരോ സിംഗിൾ ക്രോഷേ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ലെഗിനും 9 സ്റ്റിച്ചസ് അല്ലായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അറ്റ് ദ എൻഡ് ഓരോന്ന് വെച്ച് ചെയ്യുമ്പോൾ 18 സിംഗിൾ ക്രോഷേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾ എല്ലാത്തിൽ കൂടെയും ഓരോ സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്യുക. 1ൽ 9 എണ്ണം, ഒരു ലെഗിൽ 9 സ്റ്റിച്ച്, അത് കൗണ്ട് ചെയ്ത് തന്നെ പോകുക. ഇൻ കേസ് നിങ്ങൾ എവിടെയെങ്കിലും മിസ്സായെങ്കിൽ ഒരു ഇൻക്രീസ് കൊടുത്ത് ഒന്ന് ആഡ് ചെയ്താൽ മതി. നമുക്ക് 18 സ്റ്റിച്ചസ് അറ്റ് ദ എൻഡ് വേണം. ഞാനപ്പം ഓരോ സ്റ്റിച്ചിൽ കൂടെയും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്ത് പോവാണ്. റൗണ്ട് 1 കംപ്ലീറ്റ് ആയി. അപ്പം എനിക്കിതിൻ്റെ എൻഡിൽ 18 സ്റ്റിച്ചസ് കിട്ടി സിംഗിൾ ക്രോഷേ ചെയ്ത്. നിങ്ങൾ കൗണ്ട് ചെയ്ത് തന്നെ നോക്കുക. നമ്മൾ ഇനി റൗണ്ട് 2ഉം 3ഉം ആണ് ചെയ്യുന്നത്. സെയിം ആണ്, അതായത് എല്ലാ സ്റ്റിച്ചിൽ കൂടെയും സിംഗിൾ ക്രോഷേ ചെയ്യുക റൗണ്ട് 2ലും 3ലും. അപ്പോൾ ആ സ്റ്റിച്ച് മാർക്ക് ചെയ്ത പൊസിഷനിൽ കൂടെ ആദ്യത്തെ സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് അത് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യാൻ മറക്കരുത്, ഇല്ലെങ്കിൽ ഫുൾ കണക്കും തെറ്റിപ്പോവും. അതുകൊണ്ട് മാർക്ക് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോകുക. ഞാനിപ്പം റൗണ്ട് 2 ആണ് ചെയ്യുന്നത്. എല്ലാ സ്റ്റിച്ചിൽ കൂടെയും ഒരു തവണ സിംഗിൾ ക്രോഷേ ചെയ്യുവാണ്. ഞാൻ വീഡിയോ റൗണ്ട് 2ഉം 3ഉം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനിയും കാണിക്കാം. കാരണം സെയിം തന്നെയാണ്, ഇങ്ങനെ ലൂപ്പ് പോലെ നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. സിംഗിൾ ക്രോഷേ എല്ലാ സ്റ്റിച്ചിൽ കൂടെയും ഒരു തവണ. ഇവിടെ ഞാൻ റൗണ്ട് 3 പിന്നെയും തുടങ്ങുവാണ്. സെയിം റെപ്പറ്റീഷൻ തന്നെയാണ്. സിംഗിൾ ക്രോഷേ വെച്ച് എല്ലാ സ്റ്റിച്ചിൽ കൂടെയും നമ്മൾ ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കർ ഉള്ളതിലോട്ട് നമ്മുടെ ക്രോഷേ ഹൂക്ക് കയറ്റിയിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യുക. യാണോവോ ചെയ്ത് വലിക്കുക. അത് നമ്മുടെ ആദ്യത്തെ സിംഗിൾ ക്രോഷേ ആണ്. അതിനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എല്ലാത്തിൽ കൂടെയും പിന്നെയും സെയിം റിപ്പീറ്റ് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. നമ്മുടെ അമിഗുരുമീസിൻ്റെ ഈ ഈസിനെസ് അതാണ്. എല്ലാത്തിലും മിക്കതിലും അല്ല, മോസ്റ്റ് ഓഫ് ദ പ്രോജക്ട്സിൽ നമ്മൾ സിംഗിൾ ക്രോഷേ മാത്രം വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസിയാണ് ഇത് പഠിക്കാനായിട്ട്. അങ്ങനെ റൗണ്ട് 3 കംപ്ലീറ്റ് ആയി. ഇനിയും റൗണ്ട് 4 ആണ്. അതിങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ടാണ് ചെയ്യുന്നത്. അതായത് ആദ്യം ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ ഒരു ഡീക്രീസ്, പിന്നെ ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ ഒരു ഡീക്രീസ്, അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട്. അപ്പോൾ അതിൻ്റെ എൻഡിൽ നമുക്ക് 12 സ്റ്റിച്ചസ് ആണ് ടോട്ടലി കിട്ടുന്നത്. ഡീക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സ്റ്റിച്ചസിനെ ഒന്നാക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷേ നമ്മൾ ആ സ്റ്റിച്ച് മാർക്കറിൽ ഉള്ള സ്റ്റിച്ചിലാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, പിന്നെ അടുത്ത 2 എണ്ണം നമ്മൾ മെർജ് ചെയ്യും. ഓക്കെ, ഇത് ആദ്യത്തെ സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ അടുത്ത 2 സ്റ്റിച്ചസിൽ ഡീക്രീസാണ് ചെയ്യുന്നത്.
സോ ഡീക്രീസ് ചെയ്യാൻ വേണ്ടി അടുത്ത സ്റ്റിച്ചിൻ്റെ മുന്നിലത്തെ ലൂപ്പിൽ കൂടെ മാത്രം, 2 എണ്ണമാണുള്ളത്, അതിൽ കയറ്റരുത്, ഒന്നിൽ കൂടെ മാത്രം കയറ്റുക. എന്നിട്ട് അടുത്തതിൻ്റെയും ആദ്യത്തെ മുന്നിലുള്ള സ്റ്റിച്ചിൽ കൂടെയും കയറ്റി വലിച്ചെടുക്കുക. പിന്നെയും യാൺ ഓവർ ചെയ്ത് വലിച്ചെടുക്കുക. അതാണ് ഡീക്രീസ്. പിന്നെ അടുത്ത സ്റ്റിച്ചിന് സിംഗിൾ ക്രോഷ്യ ഒരു തവണ ചെയ്യുക. ഇനി അടുത്തത് ഡീക്രീസ് ആണ്. മുന്നിലത്തെ യാണിൽ കൂടെ മാത്രം കയറ്റുക. അടുത്ത സ്റ്റിച്ചിൻ്റെയും മുന്നിലത്തെ യാണിൽ കൂടെ കയറ്റി യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൽ കൂടെ വലിച്ചെടുക്കുക. പിന്നെയും യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൽ കൂടെയും വലിച്ചെടുക്കുക. അങ്ങനെ ഡീക്രീസായി. അടുത്തത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യുക. ആദ്യം സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡീക്രീസ്, പിന്നെ സിംഗിൾ ക്രോഷ്യ, ഡീക്രീസ്. ഇനി ലാസ്റ്റ് റൗണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് ഫുൾ ഡീക്രീസ് മാത്രമേ ഉള്ളൂ. ഡീക്രീസ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റിച്ച് ഒരുമിപ്പിക്കുന്നു. സോ ആ സ്റ്റിച്ച് മാർക്കർ ഉള്ള സ്റ്റിച്ചാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ച്. അതിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെയും അടുത്ത സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പിൽ കൂടെയും നമ്മുടെ ക്രോഷ്യ ഹുക്ക് കയറ്റുവാണ്. ഇത് ഇച്ചിരി ചങ്കി യാണായതുകൊണ്ട് കുറച്ച് പാടാണ് നമ്മുടെ ക്രോഷ്യ ഹുക്ക് കയറ്റാനൊക്കെ. അത് ശ്രദ്ധിച്ച് ചെയ്യുക. പൊട്ടിപ്പോകാതെയും നോക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ വലിക്കുക. പിന്നെയും യാൺ ഓവർ ചെയ്ത് ക്രോഷ്യ ഹുക്കിലുള്ള ലാസ്റ്റ് 2 എണ്ണത്തിൽ കൂടെയും വലിക്കുക. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഡീക്രീസ് ചെയ്തു. അതിനെ സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇനി അടുത്തത്, ഇതിനകത്ത് ഫുൾ ഡീക്രീസ് ആണ്. ഇനി രണ്ടാമത്തെ ഡീക്രീസ് ആണ് അടുത്ത 2 സ്റ്റിച്ചിൽ കൂടെ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഈ റൗണ്ടിൽ നമ്മൾ ഡീക്രീസ് ചെയ്ത് മാത്രം അവസാനം നമുക്ക് 6 സ്റ്റിച്ചേ കിട്ടത്തുള്ളൂ. ഒന്നുകൂടെ ഡീക്രീസ് പറഞ്ഞു തരാം. ആദ്യത്തെ ലൂപ്പ്, ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ ലൂപ്പിൽ കൂടെ, മുന്നിലത്തെ ലൂപ്പിൽ കൂടെ മാത്രം നമ്മുടെ ക്രോഷ്യ ഹുക്ക് കയറ്റുക. അടുത്ത സ്റ്റിച്ചിൻ്റെ മുന്നിലത്തെ ലൂപ്പിൽ കൂടെ മാത്രം കണ്ടുപിടിച്ച് തെന്നി പോവാണ് എനിക്ക്. അത് അങ്ങനെ കയറ്റിയിട്ട് യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ വലിക്കുക. പിന്നെയും യാൺ ഓവർ ചെയ്ത് അടുത്ത 2 എണ്ണത്തിൽ കൂടെയും വലിക്കുക. ബണ്ണിയുടെ ബോഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്യുവാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. ജസ്റ്റ് ആ സ്റ്റിച്ചിൽ കൂടെ കയറ്റി 2 യാണിൽ കൂടെയും വലിച്ചെടുക്കുക. ഇനി എൻ്റെ യാൺ ഇവിടം കൊണ്ട് തീർന്നു പോയി. അതാണ് കുറച്ച് ലെങ്തേ ഉള്ളൂ. അടുത്ത ഇനി ഞാൻ ബണ്ണിയുടെ കൈകൾ ബ്ലൂ യാൺ വെച്ചിട്ടാണ് കാണിക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ വേറെ ഇല്ലായിരുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ഹെഡ് ക്രിയേറ്റ് ചെയ്തു, ബോഡി ക്രിയേറ്റ് ചെയ്തു, ലെഗ്സിൽ നിന്ന് ബോഡി ക്രിയേറ്റ് ചെയ്തു. ഇനിയും 2 കൈകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Thank you for watching. See you with next video. Bye.